السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وَلَقَدْ أُوحِيَ إِلَيْكَ وَإِلَى الَّذِينَ مِنْ قَبْلِكَ لَئِنْ أَشْرَكْتَ لَيَحْبَطَنَّ عَمَلُكَ وَلَتَكُونَنَّ مِنَ الْخَاسِرِينَ. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹോദരന്മാരെ, ഇസ്ലാമിൻ്റെ അടിസ്ഥാനമാണ് ഏകനായ സൃഷ്ടാവാണ് ആരാധനക്കർഹൻ എന്നുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന ഈ അടിസ്ഥാന ആദർശത്തിലേക്കാണ് കാലാകാലങ്ങളിൽ വന്ന പ്രവാചകന്മാർ മുഴുവനും സമൂഹത്തെ ക്ഷണിച്ചിട്ടുള്ളത്. സൂറത്തു അംബിയായിൽ അല്ലാഹു അത് വിശദീകരിച്ചിട്ടുണ്ട്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. പ്രവാചകരെ, താങ്കൾക്ക് മുമ്പ് ഒരു ദൂതനെയും നാം നിയോഗിച്ചയച്ചിട്ടില്ല. അവർക്ക് നാം വഹ്യ് നൽകിയിട്ടല്ലാതെ, നിർദ്ദേശം നൽകിയിട്ടല്ലാതെ, ഞാനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, അതുകൊണ്ട് എന്നെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന്. അപ്പം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അടിസ്ഥാന ആദർശത്തിൽ പലപ്പോഴും പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ തന്നെ വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാമല്ലോ, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയും ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാമയും ഒരു സമൂഹത്തെ ഒന്നിച്ച് കൊണ്ടുപോകുമ്പോഴാണ് അവർക്കിടയിൽ സാമിരി എന്ന് പറയുന്ന വ്യക്തി പശുക്കുട്ടിയെ ഉണ്ടാക്കുകയും അതിനെ ആരാധിക്കുകയും ചെയ്തത്. അപ്പോൾ പ്രവാചകന്മാർ ജീവിച്ചിരിക്കെ തന്നെ അവരുടെ സമൂഹത്തിൽ നിന്ന് തന്നെ തൗഹീദിന് വിരുദ്ധമായിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആ ജനതയിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഇസ്ലാഹ് നടത്തുക എന്നതായിരുന്നു പ്രവാചകന്മാർ അഖിലവും നിർവഹിച്ചിട്ടുള്ള ദൗത്യം. നമ്മൾ കാലം തേടുന്ന ഇസ്ലാഹ് എന്ന് പറയുമ്പോൾ തൗഹീദിൻ്റെ മേഖലയിലടക്കം സമൂഹത്തിൽ ദീനിൻ്റെ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലുമൊക്കെ വന്നിട്ടുള്ള പോരായ്മകളെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നന്നാക്കി തീർക്കുക എന്നതാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. മഹാനായ ഷുഐബ് അലൈഹിസ്സലാത്തു വസ്സലാമയാണ് ആ കാര്യം പ്രഖ്യാപിച്ചത്. വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്, ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ് മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. ഞാൻ ഇസ്ലാഹാണ് ആഗ്രഹിക്കുന്നത്. എപ്പോഴാണ് ഷുഐബ് അലൈഹിസ്സലാത്തു വസ്സലാം അത് പറയുന്നത്? ആ നാട്ടിൽ തൗഹീദിന് വിരുദ്ധമായിട്ടുള്ള വിശ്വാസങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ മറ്റുള്ള ജീർണതകളും അവരിലേക്ക് കടന്നു വന്നു. ഉപഭോക്താവിനെ വഞ്ചിക്കുക എന്നതടക്കമുള്ള ഈ ജീർണതകൾക്കെതിരെ ഷുഐബ് അലൈഹിസ്സലാത്തു വസ്സലാം പ്രതികരിച്ചപ്പോൾ ആ സമൂഹത്തിലെ പ്രമാണിമാരിൽ നിന്ന് ചില ചോദ്യങ്ങൾ ഉയർന്നു. ആ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അദ്ദേഹം സൂചിപ്പിച്ചത്, ഞാൻ ഇസ്ലാഹാണ് ഉദ്ദേശിക്കുന്നത്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ് മസ്തതഅതു, എൻ്റെ കഴിവിൻ്റെ പരമാവധി. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവാണ് എനിക്കതിന് ഉദവി നൽകുന്നവൻ, തൗഫീഖ് നൽകുന്നവൻ. അതുകൊണ്ട് അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്, അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു, അവനിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങുകയും ചെയ്യുന്നു എന്ന്. അപ്പോൾ നോക്കൂ, ഈ ഇസ്ലാഹ് മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ 1-ാം തീയതി മുതൽ നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് അറിഞ്ഞു നീ വിശ്വസിക്കണമെന്നതാണ് ഖുർആനിൻ്റെ താല്പര്യം. സൂറത്തു മുഹമ്മദിലെ 19-ാമത്തെ വചനം, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ അറിയണം അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. അപ്പോൾ ആരാണ് അല്ലാഹു? അല്ലാഹു സ്രഷ്ടാവാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്.
സൂറത്തു ഫാത്തിറിലെ 11 മുതലുള്ള വചനം പരിശോധിച്ചു നോക്ക്. അവിടെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആരാണ് അള്ളാഹു എന്നുള്ളത്. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞു. അവിടെ ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പ് പറഞ്ഞു. മഴ വർഷിപ്പിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു. രാവും പകലും മാറി വരുന്നതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. കടലും പുഴയും അതിൽ നിന്ന് ലഭ്യമാകുന്ന ഫ്രഷ് മാംസത്തെക്കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞതിനു ശേഷം ഖുർആൻ അവിടെ 13-ാം വചനത്തിൻ്റെ ഫാത്തിറിലെ 13-ാം വചനത്തിൻ്റെ അവസാനത്തിൽ പറയുന്നു, ദാലിക്കുമുല്ലാഹു റബ്ബുക്കും, ദാലിക്കുമുല്ലാഹു റബ്ബുക്കും, അവനാണു നിങ്ങളുടെ സൃഷ്ടാവായിട്ടുള്ള ഏകനായ ആരാധ്യൻ. ആര്? അപ്പം മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിയുന്നവൻ, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിക്കാൻ കഴിയുന്നവൻ, രാവും പകലും മാറ്റിമറിക്കുന്നവൻ, മഴ വർഷിപ്പിച്ചു തരുന്നവൻ, ഇതെല്ലാം ചെയ്തു തരുന്നവനാണ് നിങ്ങളുടെ സൃഷ്ടാവായ ഏകനായ ആരാധ്യൻ. ദാലിക്കുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക്, അവനാണ് സർവാധിപതി. എല്ലാ മുൽക്കും ആ സൃഷ്ടാവായ ഏകനായ ആരാധ്യനാകുന്നു. എന്നാൽ വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, ആ റബ്ബിനു പുറമെ, ആ ഏകനായ ആരാധ്യനു പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്നവരെല്ലാവരും, വല്ലദീന തദ്ഊന മിൻ ദൂനി മാ യംലികൂന മിൻ ഖിത്മീർ, ഒരു കാരക്കക്കുരുവിൻ്റെ പാട പോലും അവർക്കുടമപ്പെടുത്താൻ സാധ്യമല്ല. മനുഷ്യർ അള്ളാഹുവിനു പുറമെ വിളിച്ചു തേടുന്ന ആരൊക്കെയുണ്ടോ? അമ്പിയാക്കൾ, ഔലിയാക്കൾ, മഹാന്മാർ, മുനിമാർ, മഹർഷിമാർ, ദിവ്യന്മാർ, സിദ്ധന്മാർ, ബാബമാർ, ബീവിമാർ, അതുപോലെ ഷെയ്ഖുമാർ, ജിന്നുകൾ, മലക്കുകൾ, ആരൊക്കെയുണ്ടോ അവരാരും തന്നെ ഒരു കാരക്കക്കുരുവിൻ്റെ പാട പോലും ഉടമപ്പെടുത്തുന്നില്ല. നോക്ക്, ഖുർആൻ എടുത്തു പറയാണ്. അപ്പം ആ സൃഷ്ടാവിന് പുറമെ നിങ്ങൾ വിളിച്ചു തേടപ്പെടുന്ന ശക്തികൾക്കൊന്നും നിങ്ങളുടെ തേട്ടത്തിന് ഉത്തരം ചെയ്യാൻ സാധ്യമല്ല. നിങ്ങളുടെ തേട്ടം കേട്ടുകൊള്ളണമെന്നില്ല. അടുത്ത വചനം, 14-ാമത്തെ വചനം, ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും, നിങ്ങൾ അവരോട് ദുആ നടത്തിയാൽ, വിളിച്ചു തേടിയാൽ അവർ നിങ്ങളുടെ തേട്ടം കേൾക്കുകയില്ല. വലോ സമിഉ മസ്തജാബു ലക്കും, ഇനി കേട്ടാലും ആ തേട്ടത്തിന്, ആ ദുആക്ക് അവർ ഉത്തരം ചെയ്യുകയില്ല. പോരാ, വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നാളെ പരലോകത്തിൽ നിങ്ങൾ ചെയ്ത ഷിർക്കിനെ അവർ നിഷേധിക്കും. അഥവാ പടച്ചവനല്ലാത്തവരോടുള്ള ദുആ, ആ തേട്ടം ഷിർക്കാണ് എന്നുകൂടി ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം അവിടെ ബോധ്യപ്പെടുത്തുകയാണ്. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, ഈ കാര്യം പ്രവാചകരെ താങ്കളെ ബോധ്യപ്പെടുത്തുന്നത് ഏകനായ റബ്ബാകുന്നു എന്ന്. അപ്പോൾ നോക്ക്, ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ കലിമത്തു തൗഹീദ്, അത് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പം ആ റബ്ബിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ആരാധന എന്താണ് എന്ന് ഈ ആയത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലായി. സൂറത്തു ആഫിറിലെ 60-ാമത്തെ വചനം പരിശോധിച്ചു നോക്ക്, എന്താണ് ആരാധന എന്ന് അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറയുന്നു, സൃഷ്ടാവ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ആരാണ് റബ്ബ്? മഴ വർഷിച്ചില്ലേ, ഇപ്പം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. ഖുർആൻ സൂറത്തു വാഖിഅയിലെ 68-ാമത്തെ വചനത്തിൽ ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. അഫറഅയ്തുമൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ എന്ന്. അൻതും അൻസൽതുമുഹു മിനൽ മുസ്നി, നിങ്ങളാണോ മേഘത്തിൽ നിന്ന് അതിനെ ഇറക്കിയത്? അതല്ല, അം നഹ്നുൽ മുൻസിലൂൻ, നാം ആണോ ഇറക്കിയത് എന്ന്. നാം ആണോ ആ മഴയെ വർഷിപ്പിച്ചു തന്നത്? അതല്ല, നിങ്ങളാണോ? നിങ്ങൾക്ക് ആ മഴയെ വർഷിപ്പിച്ചു തരാൻ സാധിക്കുമോ എന്ന്. മാത്രവുമല്ല, ആ മഴ കണക്കനുസരിച്ച്, തോതനുസരിച്ചാണ് വർഷിപ്പിക്കുന്നത് എന്ന് സൂറത്തു മുഅ്മിനൂനിലെ 18 മുതലുള്ള വചനങ്ങളിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. തോതനുസരിച്ച് അവൻ മഴ വർഷിപ്പിച്ചു തന്നു. പോരാ, ആ മഴവെള്ളത്തെ ഭൂമിയിൽ തങ്ങി നിർത്തുന്നതാക്കി. എന്നിട്ട് അല്ലാഹ് അവിടെ വളരെ ഗൗരവത്തിലുള്ളൊരു താക്കീത് നൽകിയിട്ടുണ്ട്. വഇന്ന അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ, അതിനെ, ആ വെള്ളത്തെ വറ്റിച്ചു കളയാൻ, നശിപ്പിച്ചു കളയാൻ കഴിവുറ്റവനാണ് ഞാൻ എന്ന്. ആലോചിച്ച്, ഈ മഴവെള്ളം ഭൂമിയിൽ തങ്ങി നിൽക്കുന്നില്ലെങ്കിൽ, ഉറവയിൽ തങ്ങി നിൽക്കുന്നില്ലെങ്കിൽ നമുക്ക് ശുദ്ധജലം ലഭ്യമാവുക പ്രയാസമായിരിക്കും. അപ്പോൾ ആരാണ് ഈ മഴ വർഷിപ്പിച്ചു തരുന്നവൻ?
അവനാണ് നിങ്ങളുടെ റബ്ബ്. അപ്പൊ ആ റബ്ബ് അല്ലെ, വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറയുന്നു, സൃഷ്ടാവ് പറയുന്നു എന്ന്. എന്താ സൃഷ്ടാവ് പറഞ്ഞിട്ടുള്ളത്? ഉദൂനി, നിങ്ങൾ എന്നോട് വിളിച്ചു തേടണം, എന്നോട് പ്രാർത്ഥിക്കണം, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. എന്നാൽ ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി, എന്നെ മാത്രം ആരാധിക്കുന്നതിൽ നിന്ന് അഹങ്കാരത്തോടു കൂടി മാറി നിൽക്കുന്നവർ. നമുക്ക് അവിടെ ആയത്തിൻ്റെ ആദ്യ ഭാഗത്ത് ദുആ എന്ന് പറഞ്ഞതിനെ രണ്ടാമത്തെ ഭാഗത്ത് ഇബാദത്തി എന്നാണ് അള്ളാഹ് പരിചയപ്പെടുത്തിയത്. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവർ നരകത്തിൽ നിന്ദ്യരായി പ്രവേശിക്കേണ്ടി വരും. അപ്പം എന്താ ആരാധന? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവേ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ എന്ന് പറയുമ്പം ആരാധനയുടെ മർമ്മമാണ് പ്രാർത്ഥന. സൂറത്തു അഹ്കാഫിലെ 5-6 വചനങ്ങൾ എടുത്തു നോക്ക്, അവിടെയും ദുആ ഇബാദത്താണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. വമൻ അളല്ലു, അങ്ങേറ്റം പിഴച്ചുപോയവൻ ആരുണ്ട്? മിമ്മൻ, ഒരുത്തനേക്കാൾ. അവൻ വിളിച്ചു തേടുന്നു അള്ളാഹുവിനു പുറമെ ഖിയാമത്തു നാൾ വരേക്കും അവൻ ഉത്തരം ചെയ്യാത്ത ശക്തികളെ. മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. എന്നിട്ട് അല്ലാഹ് എടുത്തു പറഞ്ഞു വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, അവരുടെ ദുആഇനെ തൊട്ട്, ഈ മനുഷ്യരുടെ ദുആഇനെ തൊട്ട് ആ വിളിച്ചു തേടപ്പെടുന്ന ശക്തികൾ, അമ്പിയാക്കൾ, ഔലിയാക്കൾ, അവർ അശ്രദ്ധരാണ്, ശ്രദ്ധയില്ലാത്തവരാണ്. 5-ാമത്തെ ആയത്തിൽ സൂറത്തു അഹ്കാഫിൽ 2 പ്രാവശ്യം ദുആ എന്ന് പറഞ്ഞു. ഈ ദുആഇനെ അതേ അധ്യായത്തിലെ 6-ാമത്തെ വചനത്തിൽ അള്ളാഹ് പരിചയപ്പെടുത്തുന്നത് ഇബാദത്ത് എന്ന. വഇദാ ഹുശിറന്നാസ് കാനൂ ലഹും അഅദാഅ വകാനൂ ബിഇബാദത്തിഹിം കാഫിരീൻ. ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ നാളെ പരലോകത്തിൽ ഈ വിളിച്ചു തേടപ്പെട്ടവരൊക്കെ വിളിച്ചു തേടിയവരുടെ ശത്രുക്കളായിത്തീരും. എത്രത്തോളം എന്ന് വെച്ചാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ വിളിച്ചു തേടിയ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വരെ, വിളിച്ചു തേടപ്പെട്ട ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമ വരെ അവരുടെ ശത്രുവായി മാറുമെന്ന് സൂറത്തു മാഇദയിലെ 114 മുതലുള്ള വചനങ്ങളിൽ അള്ളാഹ് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ശത്രുക്കളായി മാറും. എന്നിട്ട് അവിടെ എടുത്തു പറഞ്ഞെന്താ? വകാനൂ ബിഇബാദത്തിഹിം കാഫിരീൻ, അള്ളാഹുവിൽ പങ്കു ചേർത്തതിനെ, അഥവാ അവർക്ക് ഇവർ നടത്തിയ ഇബാദത്തിനെ പരലോകത്ത് വെച്ച് ഈ വിളിച്ചു തേടപ്പെട്ട ശക്തികളെല്ലാവരും അമ്പിയാക്കളും ഔലിയാക്കളും നിഷേധിക്കുമെന്ന്. 2 വട്ടം ദുആ എന്ന് പറഞ്ഞതിന് 6-ാമത്തെ വചനത്തിൽ ഇബാദത്ത് എന്ന. അപ്പൊ എന്താ ദുആ, എന്താണ് ഇബാദത്ത്? അപ്പൊ അദ്ദുആഉ ഹുവൽ ഇബാദ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, പ്രാർത്ഥന അതുതന്നെയാണ് ആരാധന. അപ്പൊ റബ്ബേ നിന്നോട് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയുള്ളൂ എന്നാണ്. ഏതു പ്രതിസന്ധിയിലും, ഏതു പ്രയാസങ്ങളിലും, ഏതു ആപൽഘട്ടങ്ങളിലും, എത്ര വലിയ പ്രതിസന്ധികളുണ്ടായാലും നിന്നോടാണ് ഞങ്ങൾ തേടുക, നിന്നെ വിട്ട് യാതൊന്നിനോടും തേടുകയില്ല. സൂറത്തു സുമറിലെ 38-ാമത്തെ വചനം പരിശോധിച്ചു നോക്ക് നിങ്ങൾ. അവിടെ പ്രവാചകന്റെ പ്രബോധിത സമൂഹത്തോട് ഒരു ചോദ്യം ഉന്നയിക്കാൻ ആവശ്യപ്പെടുകയാണ് അല്ലാഹ്. വലൈൻ സഅൽതഹും മൻ ഖലഖ സമാവാതി വൽ അർള, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് ആരാണ് എന്ന് നീ അവരോട് ചോദിച്ചു നോക്ക്. അബൂജഹൽ അടക്കമുള്ള മക്കയിലെ മുശ്രിക്കുകളോട് ചോദിച്ചു നോക്ക്. ലയഖൂലുന്ന, അവർ പറയുക തന്നെ ചെയ്യും അല്ലാഹുവാണ്. അപ്പൊ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്നത് അള്ളാഹുവാണ് എന്ന് മക്കയിലെ മുശ്രിക്കുകൾ പോലും അംഗീകരിച്ചിട്ടുണ്ട് എന്ന്. പക്ഷെ ഇന്ന് നമ്മൾ കേരള സമൂഹത്തെ പരിശോധിച്ച് നോക്ക് നിങ്ങൾ. നമ്മളുടെ പല ഉസ്താദുമാരോടും ആരാണ് മുദബ്ബിറുൽ ആലം, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്നവൻ ആരാണ് എന്ന് ചോദിച്ചാൽ ചില ഉസ്താദുമാരെങ്കിലും നൽകുന്ന മറുപടി എന്താണ്? അത് ചെറ്റടി മീത്തൽ അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന വ്യക്തിയാണ്, CM ആണ് എന്നാ. അല്ലെ, എമ്പാടും നമ്മൾ കേട്ടിട്ടുണ്ടാവും അത്തരത്തിലുള്ള പ്രസംഗങ്ങൾ വലിയ വലിയ ഉസ്താദുമാരുടെ. നോക്കൂ, മക്കയിലെ മുശ്രിക്കുകളെപ്പോലും ആ മേഖലയിൽ അവർ പരാജയപ്പെടുത്തി കളഞ്ഞു. മക്കയിലെ മുശ്രിക്കുകൾ ഒരു വേള അള്ളാഹുവാണ് ആകാശങ്ങളെയും
ഭൂമിയെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്നത് എന്ന് അംഗീകരിച്ചവരായിരുന്നു. അപ്പം അവിടെയാണ് നമ്മളുടെ കാലം തേടുന്ന ഇസ്ലാഹ്, അതിൻ്റെ പ്രാധാന്യം. വലിയൊരു സമൂഹത്തിലെ സ്ഥാനമുള്ള ഉസ്താദുമാർ സമൂഹത്തെ പഠിപ്പിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിനെതിരാണ്. ശരി, ആ ആയത്തിൽ ആകാശങ്ങളെയും ഭൂമിയെയും ഒക്കെ സൃഷ്ടിച്ചു പരിപാലിക്കുന്നത് അള്ളാഹുവാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ അടുത്ത ചില ചോദ്യങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി അള്ളാഹ് അവിടെ ആവശ്യപ്പെടുന്നുണ്ട്. ഖുൽ അറഅയ്തും മാ തദ്ഉന മിൻ ദൂനില്ലാഹ്, എങ്കിൽ റബ്ബിന് പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്നവരെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ഇന്ന് സമൂഹത്തോട് നമുക്ക് ഉന്നയിക്കാനുള്ള ചോദ്യം അത് തന്നെയാണ്. കാരണം ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്നവൻ അള്ളാഹുവാണ്, പ്രപഞ്ചനാഥനാണ്, ദൈവമാണ്, പരമേശ്വരനാണ് എന്ന് അംഗീകരിക്കുന്നവരാണ് ഭൂരിപക്ഷവും. എല്ലാ സമൂഹങ്ങളിലും, മുസ്ലിം സമൂഹത്തിൽ പ്രത്യേകിച്ചും നേരത്തെ പറഞ്ഞ ചെറിയ ചില്ലറ വിഭാഗമൊക്കെ മാറി നിൽക്കുന്നുണ്ടാകും. അപ്പൊ ഇത് അംഗീകരിക്കുന്ന ആളുകളോട് അള്ളാഹ് ഉന്നയിച്ച ചോദ്യം എന്താണ്? എങ്കിൽ നിങ്ങൾ ആലോചിക്കണം. എന്തിനെക്കുറിച്ച്? മാ തദ്ഉന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിനു പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്നവരെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. എന്താണ് ആലോചിക്കേണ്ടത്? ഇൻ അറാദനി അല്ലാഹു ബിളുരിൻ ഹൽ ഹുന്ന കാശിഫാത്തുൽ ഉരിഹി, എൻ്റെ ജീവിതത്തിൽ റബ്ബ് എനിക്കൊരു പ്രയാസം നിശ്ചയിച്ചാൽ ആ പ്രയാസത്തെ എന്നിൽ നിന്ന് മാറ്റിത്തരാൻ ഈ പറയപ്പെടുന്ന ഏതെങ്കിലും ശക്തികൾക്ക് സാധിക്കുമോ? അമ്പിയാക്കൾക്ക് കഴിയോ? ഔലിയാക്കൾക്ക് കഴിയോ? മഹാന്മാർക്ക്, മുനിമാർക്ക്, മഹർഷിമാർക്ക്, ദിവ്യന്മാർക്ക്, സിദ്ധന്മാർക്ക്, ബീവിമാർക്ക്, ബാബമാർക്ക്, ജിന്നുകൾക്ക്, മലക്കുകൾക്ക് ആർക്കെങ്കിലും കഴിയോ? മനുഷ്യൻ്റെ ഉത്തരം എന്താണ്? കഴിയില്ല എന്നതാണല്ലോ ഉത്തരം. അവൻ പറയാതെ പറയും കഴിയില്ല. അപ്പൊ ആലോചിച്ചു നോക്ക്. അപ്പൊ നമ്മൾക്ക് അനുഭവപ്പെട്ട പ്രയാസത്തിൽ നമ്മൾ ആരോടാണ് തേടേണ്ടത്? ആ ഏകനായ റബ്ബിനോട് തേടണം. അതുകൊണ്ടാണ് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ചെങ്കടലിന്റെ മുന്നിൽ ബനു ഇസ്രായേല്യർ ആർത്തട്ടഹസിച്ചപ്പോൾ മൂസാ ഇന്നാല മുദ്റക്കൂൻ, മൂസാ അലൈഹി സ്വലാമയുടെ അണികൾ പറഞ്ഞു, പിടിക്കപ്പെട്ടില്ലേ മൂസ? പിന്നിലതാ ഫിറഔനും ഗുണ്ടപ്പടയും വരുന്നു. ആരാണ് ഫിറഔൻ? ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ വലത് കൈ മുറിച്ചാൽ ഇടത് കാൽ മുറിച്ച് പച്ച മനുഷ്യനെ കുരിശിലേറ്റി അല്ലെങ്കിൽ ക്രൂശിച്ച് കൊലപ്പെടുത്തിയവൻ. അല്ലേ? നടപ്പാക്കി ഒരു സമൂഹത്തിലെ ആൺകുട്ടികളെ മുഴുവൻ കൊലപ്പെടുത്തിയവൻ. യുദബ്ബിഹൂന അബ്നാഅക്കും വയസ്തഹ്യൂന നിസാക്കും. ആ ഫിറഔനും ഗുണ്ടപ്പടയും വരുന്നു. സമൂഹം ആർത്തട്ടഹസിച്ചു, കരയുന്നു, നിലവിളിക്കുന്നു. മുമ്പിൽ കടലാണ്, ചാടിയാൽ മരണം സുനിശ്ചിതം. ഇവിടെ നിന്നാൽ ഫിറഔനും ടീമും നമ്മെ കൊന്നൊടുക്കും. എന്തുണ്ട് മാർഗം? മൂസാ അലൈഹിസ്സലാം ആ സമൂഹത്തോട് എന്താ പറഞ്ഞത്? എന്തായിരുന്നു? കല്ല, നിസ്സംശയം നിങ്ങൾ പിടിക്കപ്പെടുന്ന പ്രശ്നമേ ഇല്ല. കല്ല, നിസ്സംശയം നിങ്ങൾ പിടിക്കപ്പെടുന്ന പ്രശ്നമേ ഇല്ല. എന്തേ കാരണം? ഇന്ന മഅിയ റബ്ബി സയഹ്ദീൻ, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, ആ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരും. എല്ലാം കണ്ട്, എല്ലാം കേട്ട്, എല്ലാം അറിഞ്ഞ്, എല്ലാം നിരീക്ഷിച്ച് എല്ലാറ്റിനും കഴിവുള്ള എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട്. ആ റബ്ബ് എന്നെ രക്ഷപ്പെടുത്തും, എനിക്ക് വഴി കാണിച്ചു തരും. അതുകൊണ്ട് നിങ്ങൾ ആരും എന്ത് ചെയ്യേണ്ടതില്ല? നിലവിളിക്കേണ്ടതില്ല. ആലോചിച്ച് നോക്ക്. പ്രതിസന്ധി ഘട്ടത്തിൽ ഇങ്ങനെ പറയാൻ സാധിക്കണം. അതുകൊണ്ടാ സൂറത്തു സുമറിലെ 38-ാമത്തെ വചനത്തിൽ അല്ലാഹ് ചോദിച്ചത്, ഒരു പ്രയാസം പടച്ചവൻ നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയിച്ചാൽ ആ പ്രയാസത്തെ നിങ്ങളിൽ നിന്ന് വകഞ്ഞു മാറ്റാൻ, ആ പ്രകാശത്തെ നിങ്ങളിൽ നിന്ന് തിരിച്ചുവിടാൻ, ആ പ്രയാസത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുവാൻ അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും ശക്തിക്ക് സാധിക്കുമോ? സാധ്യമല്ല. ശരി, തിരിച്ചാണെങ്കിലോ? ഔ അറാദനി ബി റഹ്മ, അള്ളാഹു എനിക്ക് വല്ല റഹ്മത്തിനെയും ആ വല്ല അനുഗ്രഹത്തെയും അള്ളാഹ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ റഹ്മത്തിനെ എന്നിൽ നിന്ന് തടഞ്ഞു നിർത്താൻ ഈ പറയപ്പെടുന്ന ഏതെങ്കിലും ശക്തികൾക്ക് സാധിക്കുമോ? പടച്ചവൻ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്നു നിശ്ചയിച്ച റഹ്മത്ത്, ആ റഹ്മത്തിനെ നമ്മളിൽ നിന്ന് തടഞ്ഞു നിർത്താൻ ഏതെങ്കിലും ശക്തിക്ക് സാധിക്കുമോ? സാധിക്കുമോ? സാധ്യമല്ല എന്നല്ല മറുപടി. യൂസുഫ് അലൈഹിസ്സലാമയുടെ ചരിത്രം പരിശോധിച്ചു നോക്ക് നിങ്ങൾ. യൂസുഫ് അലൈഹിസ്സലാമയെ നശിപ്പിക്കണമെന്ന് തീരുമാനിച്ചത് 10 ജ്യേഷ്ഠ സഹോദരന്മാരാണ്. 1ഉം 2ഉം അല്ല, 10 ജ്യേഷ്ഠ സഹോദരന്മാർ. ചരിത്രം നമ്മളുടെ മനസ്സിൽ മിന്നിമറയുന്നുണ്ടാവും.
ഉപ്പയിൽ നിന്ന് യൂസുഫിനെ തട്ടിയെടുത്ത് കിണറ്റിൽ കൊണ്ടുപോയിട്ടു. അവിടെ നിന്ന് കച്ചവട സംഘം എടുക്കുന്നു, അടിമച്ചന്തയിൽ വിൽക്കുന്നു, അവസാനം അസീസിന്റെ വീട്ടിലെത്തുന്നു, അവിടെ നിന്ന് ജയിലിലെത്തുന്നു. ആ ചരിത്രം പരിശോധിച്ച് നോക്കൂ. പക്ഷേ ഈ യൂസുഫ് അലൈഹിസ്സലാമയുടെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി വല്ലതും തരണം യൂസുഫെ എന്ന് പറയേണ്ട അവസ്ഥ അവസാനത്തിൽ ആർക്ക് വന്നു? യൂസുഫ് അലൈഹിസ്സലാമയുടെ 10 ജ്യേഷ്ഠ സഹോദരന്മാർക്കുണ്ടായി. ആരാണ് കാര്യങ്ങൾ നിയന്ത്രിച്ചത്? ആരാണ് പ്ലാനിങ് നടത്തിയത്? അവനാണ് അല്ലാഹു. അതുകൊണ്ടാണ് അല്ലാഹ് ചോദിച്ചത്, കൂട്ടരെ, മനുഷ്യരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ നിശ്ചയിച്ച ഒരു പ്രയാസത്തെ തട്ടി നീക്കാൻ ഏതെങ്കിലും ശക്തിക്ക് സാധ്യമാണോ? തകിടിന് സാധിക്കുമോ? ഏലസിന് സാധിക്കുമോ? നൂലിന് സാധിക്കുമോ? അല്ലെങ്കിൽ കരിക്കിന് സാധിക്കുമോ? കോഴിമുട്ടക്ക് കഴിയുമോ? ഏതെങ്കിലും മന്ത്രവാദിക്ക് സാധിക്കുമോ? മാരണക്കാരന് കഴിയോ? മാരണത്തിന് കഴിയോ? കഴിയില്ല. ശരി, എങ്കിൽ പറഞ്ഞേക്കണം, കുൽ ഹസ്ബി അല്ലാഹ്, പ്രവാചകരെ പ്രഖ്യാപിക്കൂ, എനിക്കല്ല മതി. അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, തവക്കുലാക്കുന്നവർ ആ റബ്ബിൽ തവക്കുലാക്കിക്കൊള്ളട്ടെ എന്ന്. അപ്പൊ നോക്കൂ നിങ്ങൾ, പ്രാർത്ഥനയുടെ മർമ്മമാണ് തവക്കുൽ. ആ തവക്കുൽ റബ്ബിലാണ് സമർപ്പിക്കേണ്ടത്. അതല്ലാത്ത ഒന്നിലേക്കും അവൻ ആ തവക്കുൽ എന്ത് ചെയ്യാൻ പാടില്ല, മാറാൻ പാടില്ല. അതുകൊണ്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇന്ന റുക വത്തമായിമ വത്തിവലത ശിർകുൻ. ഇന്ന റുക, മന്ത്രിച്ചൂതി കെട്ടിയിട്ടുള്ള ചരടുണ്ടല്ലോ, ആ രക്ഷാ തകിടുണ്ടല്ലോ, ആ ചരട്, അത് ഷിർക്കാണ് എന്ന്. പോരാ, ഏലസുണ്ടല്ലോ, ഷിർക്കാണ്. പോരാ, മാരണമുണ്ടല്ലോ, തിവലത്ത്, ഷിർക്കാണ്. 3ഉം ഷിർക്കാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഉസ്താദ് ഊതിത്തന്ന ചരടാണ്, അല്ലെങ്കിൽ തങ്ങളുപ്പാപ്പ ഊതിത്തന്ന ചരടാണ്, അതുമല്ലെങ്കിൽ മറ്റുള്ള പണിക്കരോ വേറെ ഏതെങ്കിലും മന്ത്രവാദിയോ ഊതിത്തന്ന ചരടാണ്, അതാണ് ഞാൻ കെട്ടിയിട്ടുള്ളത്. എങ്ങനെ അത് ഷിർക്കായത്? ഈ നൂലിനോട് അയാൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. നൂലെ എൻ്റെ രോഗം മാറ്റിത്തരണമേന്ന് അയാൾ പ്രാർത്ഥിച്ചിട്ടില്ല. ഈ നൂലിൽ അയാൾ നേർച്ചയാക്കിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ ഈ കെട്ടിയ നൂല് ഷിർക്കായി തീർന്നത്? അവിടെയാണ് തവക്കുൽ. ഈ നൂലിലാണ് അയാൾ തവക്കുലാക്കിയത്. ഈ നൂല് കെട്ടിയതിനു ശേഷമല്ലേ അവളുടെ രോഗം, അവൻ്റെ രോഗം മാറിയത്? ആലോചിച്ച് നോക്ക്. രോഗം മാറ്റിത്തരുന്നവനാരാ? ഇബ്രാഹിം അലൈഹിസ്സലാമിനെ സ്മരിക്കുന്ന സന്ദർഭമാണിത്. ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിനെ പരിചയപ്പെടുത്തുമ്പം പറഞ്ഞു, വൈദാ മരിൽതു ഫഹുവ യശ്ഫീൻ, എനിക്ക് രോഗം വന്നാൽ ആ റബ്ബാണ് എനിക്ക് രോഗശമനം നൽകുന്നവൻ. അപ്പൊ തവക്കുൽ തൗഹീദിന്റെ അവിഭാജ്യ ഘടകമാണ്. പോരാ, പ്രാർത്ഥനയുടെ മർമ്മമാണ് ആ തവക്കുൽ. ആ തവക്കുൽ അള്ളാഹു അല്ലാത്തവരിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, സമർപ്പിക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ ഗൈബ് അറിയുക എന്നുള്ളത് എടുത്തു നോക്കൂ നിങ്ങൾ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഏലസും മന്ത്രവും അതുപോലെ തന്നെ ഉറുക്കും ചരടും ആ മാരണവും ഒക്കെയായി പോകുന്നവർ പറയാറുള്ളത്, അത്തരത്തിലുള്ള മന്ത്രവാദികൾക്ക് അല്ലെങ്കിൽ ആളുകൾക്ക് ഗൈബ് അറിയും എന്ന് വെച്ചാൽ നമ്മൾക്കൊന്നും അറിയാൻ കഴിയാത്ത വിധത്തിൽ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തുള്ള അറിവ് അവർക്കുണ്ട്. ഉണ്ടോ? അറിയോ? ഖുർആൻ എന്താ പറഞ്ഞിട്ടുള്ളത്? സൂറത്തുൽ നംലിലെ 65-ാമത്തെ വചനം പരിശോധിച്ചു നോക്ക് നിങ്ങൾ. കുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളി അൽ ഗൈബ ഇല്ലല്ലാഹ്. കുൽ, പ്രവാചകരെ പറയുക, ലാ യഅലമു, അറിയുകയില്ല, മൻ ഫിസ് സമാവാത്ത്, ആകാശങ്ങളിലുള്ളവർ, ഭൂമിയിലുള്ളവർ, വൽ അർളി, ഗൈബ് അറിയുകയില്ല, ഇല്ലല്ലാഹ്, അല്ലാതെ ഒരാളും. ആകാശങ്ങളിലോ ഭൂമിയിലോ ഉള്ളവർ എല്ലാം പെട്ടു. മനുഷ്യർ പെട്ടു, അമ്പിയാക്കൾ പെട്ടു, ഔലിയാക്കൾ പെട്ടു, ജിന്ന് പെട്ടു, മലക്ക് പെട്ടു, എല്ലാം പെട്ടു. അവർക്കാർക്കും ഗൈബ് അറിയുകയില്ല. ഇല്ലല്ലാഹ്, അല്ലാഹു മാത്രം. അല്ലാത്ത ഒരു ശക്തിയും ഗൈബ് അറിയുകയില്ല. അപ്പൊ അല്ലാഹു അല്ലാത്തവർക്ക് ഗൈബ് അറിയാം, ജിന്നിന് ഗൈബ് അറിയാം, മലക്കിന് ഗൈബ് അറിയാം, അല്ലെങ്കിൽ അമ്പിയാക്കൾക്ക് ഔലിയാക്കൾക്ക് ഇന്ന മഹാനി, ഇന്ന മുനിക്ക്, ഇന്ന ദിവ്യന്, ഇന്ന സിദ്ധന് ഗൈബ് അറിയാമെന്ന് വിശ്വസിക്കുന്നത് ഷിർക്കാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന് എതിരാണ് എന്നാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചത്. നോക്കൂ, ലോകത്തിലെ ഏറ്റവും വലിയ വലിയാരാ? അഷ്റഫുൽ ഖൽഖാണ്. അഷ്റഫുൽ ഖൽഖിനേക്കാൾ വലിയ വലിയുണ്ടോ? ഇല്ല.
ഇനി വരാനുമില്ല. ശരി, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹ് പറയാൻ വേണ്ടി കൽപ്പിക്കുകയാണ്, പ്രവാചകരെ പറയണം, ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ളറ. സൂറത്തു അഅറാഫിലെ 188-ാമത്തെ വചനം. ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ളറ. എനിക്കു തന്നെ ഒരു ഉപകാരത്തെയോ ഉപദ്രവത്തെയോ ഉടമപ്പെടുത്താൻ സാധ്യമല്ല, എനിക്കു തന്നെ. ഇല്ലാ മാഷാ അല്ലാഹ്, അല്ല തീരുമാനിച്ചതിനപ്പുറം. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന, നമ്മെ സൃഷ്ടിച്ച, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച, മഴ വർഷിപ്പിച്ചു തരുന്ന, കായ്ക്കനികൾ ഉൽപ്പാദിപ്പിച്ചു തരുന്ന ആ റബ്ബുണ്ടല്ലോ, ആ റബ്ബിന് പുറമെ ഒരു ശക്തിക്കും ആ റബ്ബ് തീരുമാനിച്ചതിനപ്പുറം എൻ്റെ ജീവിതത്തിൽ തന്നെ ഉപകാരത്തെയോ ഉപദ്രവത്തെയോ ഉടമപ്പെടുത്താൻ അഷ്റഫുൽ ഹൽക്കായ അന്തിമ പ്രവാചകനായ മഅ്സൂമായ എനിക്ക് പോലും സാധ്യമല്ല. പറയണം പ്രവാചകരെ, ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ളറ. പോരാ, വലൗ കുന്തു അഅലമുൽ ഗൈബ, ഞാൻ ഗൈബ് അറിയുന്നവനായിരുന്നുവെങ്കിൽ, ഞാൻ അദൃശ്യമറിയുന്നവനായിരുന്നുവെങ്കിൽ, ലസ്തക്സർതു മിനൽ ഖൈർ, നന്മകൾ ഞാൻ അധികരിപ്പിക്കുമായിരുന്നു. വമാ മസ്സനിയ സൂ, ജീവിതത്തിൽ ഒരു പ്രയാസവും എനിക്ക് നേരിടേണ്ടി വരുമായിരുന്നില്ല. ആലോചിച്ചോക്ക്, പ്രവാചകനോട് അല്ലാഹ് പറയാം, ഞാൻ ഗൈബ് അറിയുന്നവനായിരുന്നുവെങ്കിൽ ഒരുപാട് നന്മ ഞാൻ അധികരിപ്പിക്കുമായിരുന്നു, ജീവിതത്തിൽ ഒരു പ്രയാസവും എനിക്ക് നേരിടുമായിരുന്നില്ല. ഉഹുദീദൊക്കെ പ്രവാചകൻ മാറ്റിവെക്കുമായിരുന്നു, പ്രവാചകൻ ഗൈബ് അറിഞ്ഞിരുന്നുവെങ്കിൽ. എന്തേ കാരണം? ഉഹുദീദത്തിൽ 70ഓളം സഹാബികൾ ഷഹീദായി അല്ലേ? അത് പ്രവാചകൻ നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ പ്രവാചകൻ തൻ്റെ സഖാക്കളെ അങ്ങനെ വിടുമായിരുന്നില്ല, ഒരിക്കലും ചെയ്യുമായിരുന്നില്ല. ഏറ്റവും ചുരുങ്ങിയത് ഹംസ റളിയല്ലാഹു അൻഹുവിനോടെങ്കിലും പറയണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹംസ നീ യുദ്ധത്തിന് വരണ്ടട്ടോ. എന്താ പ്രവാചകരെ? അത് മറ്റൊന്നുമല്ല, വഹ്ഷി എന്ന നീഗ്രോയെ, അടിമയെ ഹിന്ദ് ചട്ടം കെട്ടിയിട്ടുണ്ട്, അവൻ ചാട്ടൂളി എറിഞ്ഞ് നിന്നെ വീഴ്ത്തും. അവസാനം ഹിന്ദ് വന്ന് നിന്റെ മാറിടം പിളർത്തിയിട്ട് പച്ച കരളെടുത്ത് ചവച്ചു തുപ്പും. ഹംസേ, അത് കണ്ടാൽ എനിക്ക് സഹിക്കാൻ സാധിക്കൂല, അതുകൊണ്ട് പൊന്നാര ഹംസേ ഈ യുദ്ധത്തിൽ വരരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ? പറഞ്ഞില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? പ്രവാചകൻ ഗൈബ് അറിയില്ല. ഉഹദ് യുദ്ധത്തിൽ ശത്രു കുഴിച്ചു വെച്ച വാരിക്കുഴി, അതിൽ പ്രവാചകൻ വീണു, പടയങ്കി മുഖത്ത് തുളച്ചു കയറി, പല്ലു പൊട്ടി. പ്രവാചകന്റെ ശിരസിൽ അന്ന് തിരുകേശമുണ്ട്, താടിയിൽ തിരുകേശമുണ്ട്. എന്നിട്ട് പോലും അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഈ തിരുകേശങ്ങൾക്കൊന്നും സാധിച്ചില്ല, പ്രവാചകനെ തന്നെയും. ആലോചിച്ച് നിങ്ങൾ, ആലോചിച്ച്. അതാ പ്രവാചകനോട് പറഞ്ഞത്, റബ്ബ് തീരുമാനിച്ചതിനപ്പുറം എൻ്റെ ജീവിതത്തിൽ ഒരു ഖൈറിനെയോ ഷറിനെയോ കൊണ്ടുവരാൻ എനിക്ക് സാധ്യമല്ല. എനിക്ക് ഗൈബ് അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ നന്മകൾ അധികരിപ്പിക്കുകയും ഒരുപാട് പ്രതിസന്ധികളിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുകയും ചെയ്യുമായിരുന്നു. അപ്പൊ പ്രവാചകൻ അഷ്റഫുൽ ഖൽക്കിന് പോലും ഗൈബ് അറിയുകയില്ല. ശരി, ജിന്നുവർഗത്തിന് ഗൈബ് അറിയോ? അങ്ങനെയാണ് ചില ആളുകൾ ഇപ്പൊ പ്രചരിപ്പിക്കുന്നത്, ജിന്നുകൾക്ക് ഗൈബ് അറിയും. വേറെ അമ്പിയാക്കൾക്കോ ഔലിയാക്കൾക്കോ ഒന്നും അറിഞ്ഞിട്ടില്ലെങ്കിലും ജിന്നുകൾക്കും മലക്കുകൾക്കൊക്കെ അറിയും. ജിന്നുകൾ തന്നെ പറഞ്ഞു, സൂറത്തു നംലിലെ 65-ാമത്തെ വചനത്തിൽ കൃത്യമായി ഉൾപ്പെട്ടു. ആകാശങ്ങളിലോ ഭൂമിയിലോ ഉള്ളവർക്കോ ഗൈബ് അറിയില്ല എന്ന് പറഞ്ഞാൽ അതിൽ ജിന്നും മലക്കൊക്കെ പെടും. പക്ഷേ ജിന്നുകളോടും അല്ലാഹ് പറയിപ്പിച്ചു. ഏതാ സന്ദർഭം? സൂറത്തു സബയിലെ 14-ാമത്തെ വചനം. സുലൈമാൻ അലൈഹിസ്സലാമൊക്കെ അല്ലാഹ് ജിന്നുവർഗത്തെ കീഴ്പ്പെടുത്തി കൊടുത്തത് കൊണ്ട് സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം അവയെ ഉപയോഗപ്പെടുത്തി. ആ ജിന്നുകളോട് സഹായം തേടുകയല്ല ചെയ്തത്. ബിൽഡിംഗ് എടുക്കാൻ എന്നെ സഹായിക്കണേ, കടലിൽ നിന്ന് മുത്ത് മുങ്ങിയെടുക്കാൻ എന്നെ സഹായിക്കണേ എന്ന് സഹായം തേടുകയല്ല ചെയ്തത്. ആ ജിന്നുവർഗത്തെ പടച്ചവൻ സുലൈമാൻ അലൈഹിസ്സലാമക്ക് കീഴ്പ്പെടുത്തി കൊടുത്തത് കൊണ്ട് ആ ജിന്നുവർഗത്തെ ബിൽഡിംഗ് എടുക്കാൻ സുലൈമാൻ അലൈഹിസ്സലാം ഉപയോഗപ്പെടുത്തി. ഏതുപോലെ നായയെ കേസ് തെളിയിക്കാൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നായയെ കേസ് തെളിയിക്കാൻ എന്നെ സഹായിക്കണേന്ന് ആരും പ്രാർത്ഥിക്കാറില്ല. എന്തേ? ഈ നായയെ നമുക്ക് കീഴ്പ്പെടുത്തി തന്നു പടച്ചവൻ, ആനയെ നമുക്ക് കീഴ്പ്പെടുത്തി തന്നു. കാട്ടിലെ ആനയെ പിടിച്ച് പരിശീലനം നൽകി കുങ്കിയാനയാക്കി നമ്മൾ. എന്നിട്ടോ കടുവയെ പിടിക്കാൻ ആ കുങ്കിയാനയെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു.
അതുപോലെ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുത്തത് കൊണ്ട് ആ ജിന്നുകളെ ബിൽഡിംഗ് എടുക്കുന്നതിന് വേണ്ടി സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ഉപയോഗിച്ചു. ബൈത്തുൽ മഖ്ദിസിന്റെ ജോലി നടക്കുമ്പോൾ ഒരു വടിയിൽ ഊന്നി നിന്നാണ് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെടുന്നത്. ഖുർആൻ അത് സൂറത്തു സബയിലെ 14-ാമത്തെ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് തുടർന്നു പറഞ്ഞു, മാ ദല്ലഹും അലാ മൗതിഹി ഇല്ലാ ദാബത്തുൽ അർള്. ജിന്നുവർഗത്തിന് സുലൈമാൻ അലൈഹിസ്സലാം മരണപ്പെട്ടു എന്ന വിവരം അറിയിക്കുന്നത് ചിതലാണ്. അങ്ങനെ ചതല് പോയിട്ട് ജിന്നിനോട് പറയാം? അല്ല. എങ്ങനെയാണ്? തഅ്കുലു മിൻ സാതഹു. ആ ജിന്ന് വന്ന് ആ ചിതൽ വന്ന് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഊന്നുവടി തിന്നു. ആ ഊന്നുവടി ചതൽ തിന്നപ്പോൾ മരിച്ചിട്ടുണ്ട് സുലൈമാൻ അലൈഹിസ്സലാം. ആ മരിച്ച സുലൈമാൻ അലൈഹിസ്സലാം ഊന്നുവടിയിൽ ഇങ്ങനെ നിൽക്കുമ്പം ആ ഊന്നുവടി വന്നിട്ട് തഅ്കുലു മിൻ സാതഹു. അങ്ങനെ ചിതൽ ആ ഊന്നുവടി തിന്നപ്പോൾ എന്ത് ചെയ്തു? ആ വടി ഒടിഞ്ഞ് സുലൈമാൻ അലൈഹിസ്സലാം വീണു. ഫലമ്മ ഖറ, സുലൈമാൻ അലൈഹിസ്സലാമയുടെ മയ്യത്ത് വീണപ്പോൾ തബയ്യനത്തിൽ ജിന്നു, ജിന്നുകൾ വ്യക്തമാക്കി അവർ പ്രഖ്യാപിച്ചു. എന്താ പ്രഖ്യാപിച്ചത്? അല്ലൗ കാനൂ യഅലമൂനൽ ഗൈബ, അവർ ഖൈബ് അറിഞ്ഞിരുന്നുവെങ്കിൽ മാ ലബിസൂ ഫിൽ അദാബിൽ മുഹീൻ, ഈ നിന്ദ്യമായ ശിക്ഷയിൽ നമ്മൾ ഇവിടെ കഴിച്ചു കൂട്ടുമായിരുന്നില്ല. അപ്പം ജിന്നുവർഗത്തിനും എന്ത് ചെയ്യില്ല? ഗൈബ് അറിയുകയില്ല. ഖുർആൻ കാണിശമായി പറഞ്ഞു. ഇനി മലക്കുകളെ കുറിച്ച് നോക്കൂ നിങ്ങൾ. മലക്കുകളെ കുറിച്ച് അവർ തന്നെ പറഞ്ഞത് എന്താ? സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. അല്ലേ? പടച്ചവനെ, നീ എത്ര പരമപരിശുദ്ധനാണ്. ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ, നീ എന്താണോ അറിയിച്ചു തന്നത് അതല്ലാത്ത ഒരറിവും ഞങ്ങളുടെ അടുക്കലില്ല. ആലോചിച്ച് നോക്ക്. അപ്പൊ ഖുർആൻ വളരെ കണിശമായി പറഞ്ഞു. അപ്പൊ ചിലർക്കെങ്കിലും സംശയമുണ്ടാവാം, പ്രവാചകന്മാരൊക്കെ ചില ഗൈബുകൾ അറിഞ്ഞിട്ടില്ലേ? ഉണ്ട്, അറിഞ്ഞിട്ടുണ്ട്. എപ്പോഴാണത്? അള്ളാഹ് അറിയിച്ചു കൊടുക്കുമ്പോഴാണ് അറിഞ്ഞത്. അള്ളാഹു ഇഷ്ടപ്പെട്ട ദൂതന്മാർക്ക് വഹിയിലൂടെ അള്ളാഹു ഗൈബ് അറിയിച്ചു കൊടുത്തു. സൂറത്തു ജിന്നിലെ 26-27 വചനങ്ങളിൽ ഖുർആൻ അത് കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ആലിമുൽ ഗൈബ് ഫലാ യുളിഹിറു അലാ ഗൈബിഹി അഹദ ഇല്ലാ മൻ ഇർതലാ മിർ റസൂൽ ഫഇന്നഹു യസ്ലുകു മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി റസദാ. ഗൈബ് അറിയുന്നവനാണ് അള്ളാഹു. ആ ഗൈബിനെ അള്ളാഹു ഒരാൾക്കും വെളിപ്പെടുത്തി കൊടുക്കുകയില്ല. ഇല്ലാ മൻ ഇർതലാ മിർ റസൂൽ, അള്ളാഹ് ഇഷ്ടപ്പെട്ട ദൂതന്മാർക്കല്ലാതെ. ആ ദൂതന്മാർക്ക് വഹ്യ് മുഖേന ഗൈബ് അറിയിച്ചു കൊടുക്കുമ്പം അവൻ്റെ മുന്നിലും പിന്നിലും കാവൽക്കാരെ ഏർപ്പെടുത്തും അള്ളാഹു എന്ന്. ഈ ആയത്ത് സമസ്തയുടെ EK സമസ്തയുടെ മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട്. 5-ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ ഗൈബ് എന്ന അധ്യായത്തിൽ അവരുടെ അഖീദ പഠിപ്പിക്കുന്നിടത്ത്. എന്നിട്ട് ഈ ആയത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആയത്ത് മുഴുവല്ല. എത്ര ആയത്തുള്ളൂ അറിയാം നിങ്ങൾ? ആലിമുൽ ഗൈബ് വലാ യുളിഹിറു അലാ ഗൈബിഹി അഹദ ഇല്ലാ മൻ ഇർതലാ. അവിടെ മുറിച്ചു, അതിൻ്റെ അപ്പുറത്തേക്കില്ല. അപ്പം അർത്ഥം എന്തായി? ഗൈബ് അറിയുന്നവനാണ് അള്ളാഹു. അള്ളാഹു അവൻ്റെ ഗൈബിനെ ആർക്കും വെളിപ്പെടുത്തി കൊടുക്കുകയില്ല. ഇല്ലാ മൻ ഇർതലാ, തൃപ്തിപ്പെട്ടോൽക്കല്ലാതെ. അള്ളാഹ് തൃപ്തിപ്പെട്ടോൽക്കല്ലാതെ. ആയത്തിൻ്റെ ബാക്കിയുണ്ട് തൃപ്തിപ്പെട്ട ഇല്ലാ മൻ ഇർതലാ മിർ റസൂൽ. അത് പറഞ്ഞാലെങ്കിലും പൂർത്തിയാവുമായിരുന്നു. പക്ഷെ അതുപോലും പറയാതെ അവിടെ കട്ട് ചെയ്തു. അള്ളാഹ് തൃപ്തിപ്പെട്ടവർക്കൊക്കെ ഗൈബ് അറിയിച്ചു കൊടുക്കും. അപ്പോൾ ഓച്ചിറപ്പാപ്പാനെ അള്ളാഹ് തൃപ്തിപ്പെട്ടിന് ഗൈബ് അറിയും. അങ്ങേപ്പുറത്ത് വേറൊരാളാ അള്ളാഹ് തൃപ്തിപ്പെട്ടിട്ടുണ്ട്, ഓൽക്കൊക്കെ ഗൈബ് അറിയുമെന്ന് ചെറിയ കുട്ടികൾക്ക് പോലും ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസത്തെ വികലമാക്കി, തൗഹീദിനെ വികലമാക്കി പഠിപ്പിക്കുന്നു. ഗൈബ് അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് എന്നാണ് തൗഹീദിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ ഗൈബിയായി എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ആരിൽ നിന്നും മാത്രമാണ്? അള്ളാഹുവിൽ നിന്നും മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? അത്തരത്തിലുള്ളൊരു കാര്യം പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. അഥവാ വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. രണ്ടാമത്തെ ഭാഗം എന്താ? നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ. അതെന്താണ്? മനുഷ്യ കഴിവിനപ്പുറത്തുള്ള ആ സഹായത്തേട്ടം, ആ ഗൈബിയായിട്ടുള്ള സഹായത്തേട്ടം പടച്ചവനെ നിന്നോട് മാത്രമേ ഞങ്ങൾ തേടുകയുള്ളൂ എന്നാണ്. റബ്ബ് നമുക്ക് നൽകിയ കഴിവുകളുണ്ട്. ആ കഴിവുകളിൽ പെട്ടത് നമുക്ക് എന്ത് ചെയ്യാം? ചോദിക്കാം. അത് ഇസ്തിയാസയാണ്, സഹായതേട്ടമാണ്. ഇസ്തിയാനത്ത് എന്ന അറബിയിൽ അതിന് പറയാം.
നോക്കൂ നിങ്ങൾ, മൂസാ അലൈഹി സ്വലാമയുടെ ചരിത്രം പറയുന്നിടത്ത് സൂറത്തു ഖസസിലെ 15-ാമത്തെ വചനത്തിൽ കാണാം. മൂസാ അലൈഹി സ്വലാം ഒരു ദിവസം അങ്ങാടിയിൽ ഇറങ്ങുമ്പം രണ്ടാളുകൾ ശണ്ട കൂടുന്നു. റജുലാനി യക്തത്തിലാനി, രണ്ടാളുകൾ നല്ല തല്ല് നടക്കുകയാണ്. കുറച്ചൊരണ്ടാവും അല്ലേ, ടിക്കറ്റ് ഇല്ലാതെ ഈ സ്റ്റണ്ട് ഇങ്ങനെ കാണാൻ. മൂസാ അലൈഹി സ്വലാം ഇങ്ങനെ കുറച്ച് ദൂരെ നിന്ന് ഇങ്ങനെ നിരീക്ഷിക്കുമ്പോൾ ഹാദാ മിൻ ഷിയാത്തിഹി വഹാദാ മിൻ അദുവി, ഒരാൾ ശത്രുവാണ്, മറ്റൊരാൾ മിത്രമാണ്. അപ്പം മൂസാ അലൈഹി സ്വലാം അങ്ങനെ നിൽക്കുമ്പോൾ തൻ്റെ കുടുംബത്തിൽപ്പെട്ടവൻ മൂസാ അലൈഹി സ്വലാമിയോട് ഇസ്തിഗാസ നടത്തി. നോക്ക് നിങ്ങൾ, ഇസ്തിഗാസ നടത്തി, സഹായതേട്ടം നടത്തി. എന്താ? മൂസ ഓടിവാ, എന്നെ സഹായിക്കണം, ഈ ശത്രു എന്നെ കൊല്ലുന്നറിഞ്ഞു. മൂസ അലൈഹി സ്വലാം ചെന്നു. മൂസ അലൈഹി സ്വലാം ആ ശത്രുവിനെ ഒരടി അടിച്ചു. ഫഖലാലഹി, അയാൾ മരിച്ചു, ഒറ്റയടിക്ക് മരിച്ചു. നോക്കൂ, ഖുർആൻ ഇവിടെ ഉപയോഗിച്ചത് ഇസ്തിഗാസ എന്ന പദപ്രയോഗമാണ്, സഹായം തേടി. ഈ സഹായത്തേട്ട ഏതാണ്? മനുഷ്യ കഴിവിൽപ്പെട്ടത് മനുഷ്യന് പരസ്പരം ചോദിക്കാം, മറ്റുള്ള സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ടത് അങ്ങനെ ചോദിക്കാൻ പറ്റില്ല. ജിന്നുവർഗത്തിൻ്റെയോ മലക്കിൻ്റെയോ ഒന്നും കഴിവിൽപ്പെട്ടത് നമുക്ക് ചോദിക്കാൻ പറ്റൂല. മനുഷ്യ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിക്കേണ്ടത് ആരോട് മാത്രമാണ്? റബ്ബിനോട് മാത്രമാണ്. ശരി, എങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഖുർആൻ ഇസ്തിഗാസ എന്ന പ്രയോഗം നടത്തിയിട്ടുണ്ട്. സൂറത്തു അൻഫാലിലെ 9-ാമത്തെ വചനത്തിൽ, ഇത് തസ്തഈസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. ഇത് തസ്തഈസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് സഹായം തേടിയ സന്ദർഭം. ഫസ്തജാബ ലക്കും, ആ റബ്ബപ്പം നിങ്ങൾക്ക് ഉത്തരം നൽകി. എന്താ ഉത്തരം നൽകിയത്? അന്നീ മുമിദ്ദുക്കും, തീർച്ചയായും ഞാൻ നിങ്ങളെ സഹായിക്കും. ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ, തുടരെ ഇറങ്ങുന്ന ആയിരക്കണക്കിന് മലക്കുകളിലൂടെ ഞാൻ നിങ്ങളെ സഹായിക്കും. എപ്പോഴാ സംഭവം? നമുക്കറിയാം. മുസ്ലിങ്ങളെ മുളയിലെ നുള്ളിക്കളയണമെന്ന ചിന്തയുമായി വന്ന അബൂജഹലും ടീമും ബദർ യുദ്ധത്തിൻ്റെ ആ രണാങ്കണം അല്ലേ, അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കഴിവിൽപ്പെട്ടതെല്ലാം ഒരുക്കി. കഴിവിൽപ്പെട്ടതൊക്കെ ഒരുക്കിയിട്ട് ഇനി എന്തു ചെയ്യും? 300 ചില്ലാനും സൈന്യമുണ്ട്, അല്പം ആയുധം, ഭക്ഷണം, ഇതൊക്കെ മനുഷ്യ കഴിവിൽപ്പെട്ടതൊരുക്കി. ഇനി എന്താ ചെയ്യുക? മറ്റൊന്നുമില്ല. പ്രവാചകൻ ചിന്തിച്ചോ, എൻ്റെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം ഇടയ്ക്ക് വരാറുണ്ട്, ശക്തനായ ജിബ്രീലിനോട് ചോദിക്കാം, ജിബ്രീലെ സഹായിക്കണേ എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. ജിന്നുവർഗം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയി ഖുർആൻ കേട്ടു പോയിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പ്രവാചകന് വഹിയിലൂടെ അറിയിച്ചിട്ടുണ്ട്. സൂറത്തു ജിന്നിലെ 1-ാമത്തെ വചനം അല്ലേ, ഖദ് ഊഹിയ ഇലൈയ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്ന് എന്ന് തുടങ്ങുന്ന 1-ാമത്തെ വചനം. അതിൽ മുസ്ലിങ്ങളുണ്ട് എന്ന് അതേ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പ്രവാചകൻ ചിന്തിച്ചോ, ആ സന്നിഗ്ധ ഘട്ടത്തിൽ ആ മുസ്ലിം ജിന്നുകളോട് സഹായം തേടാം? പ്രവാചകൻ തേടിയില്ല. ശരി, മൺമറഞ്ഞു പോയ അമ്പിയാക്കളോ ഔലിയാക്കളോ ഒക്കെ ഉണ്ട്, ഇബ്രാഹിം അലൈഹിസ്സലാമൊക്കെ ഉണ്ട്, അവരോട് സഹായം ചോദിക്കാമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിന്തിച്ചോ? ഒരിക്കലും ചിന്തിച്ചില്ല. പിന്നെ ആരോട് ചോദിച്ചു? അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഉസാബ വലൻ തുഅബദ ഫിൽ അർളി അബദാ എന്ന പ്രാർത്ഥന. പടച്ചവനെ, ഈ ചെറിയ സംഘത്തെ നീ നശിപ്പിക്കുകയാണെങ്കിൽ ഒരിക്കലും ഇനി നീ മാത്രം ആരാധിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. ഫൽയൻളുരിൽ ഇൻസാൻ ഇലാ തആമിഹി, തൻ്റെ ഭക്ഷണത്തെക്കുറിച്ച് മനുഷ്യൻ ആലോചിക്കേണ്ടതുണ്ട്. എന്നിട്ട് എന്താ ആലോചിക്കേണ്ടത്? അന്ന സ്വബബിനൽ മാ സ്വബ, നാം അതിൽ വെള്ളം ചൊരിഞ്ഞിട്ടുണ്ട്. തുമ്പ ഷക്കക്കിനൽ അർള ഷക്ക, എന്നിട്ട് ഭൂമിയെ പിളർത്തിക്കൊടുത്തു. അതിൽ നിന്നുള്ള ധാന്യങ്ങളൊക്കെ ഉൽപ്പാദിപ്പിച്ചതിനെക്കുറിച്ച് ഖുർആൻ അവിടെ നമ്മോട് എടുത്തു പറയുന്നുണ്ട്. മഴ അനുഗ്രഹമാണ്. അപ്പോൾ സൂചിപ്പിച്ചത് ആ റബ്ബിനോട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? തേടാൻ പാടുള്ളൂ എന്ന്. അപ്പം മഴ അനുഗ്രഹമാണ്. അതിലൂടെയാണ് നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അള്ളാഹുവാണ് ആ ഭൂമിയെ പുലർത്തിക്കൊടുക്കുന്നത് എന്നൊക്കെ ഖുർആൻ നിരന്തരം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നോക്ക്, ആ റബ്ബിനോടാണ് തേടേണ്ടത്. ആ റബ്ബിനപ്പുറമുള്ള ഒരു ശക്തിയോടും തേടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അഷ്റഫുൽ ഖൽക്ക് ബദർ യുദ്ധത്തിൻ്റെ രംഗത്ത് സന്നിഗ്ധ ഘട്ടത്തിൽ ഏകനായ റബ്ബിനോട് 2 കരങ്ങളും കക്ഷം വെളിപ്പെടുന്ന വിധത്തിൽ ആകാശത്തിലേക്ക് കൈയുയർത്തി തേടി. ആ തേട്ടത്തെ, ആ പ്രാർത്ഥനയെ ഖുർആൻ ഇസ്തിഗാസ എന്നാ പറഞ്ഞത്. ഇത് തസ്തഈസൂന റബ്ബക്കും,
നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ സഹായം ചോദിച്ച സന്ദർഭം. പലപ്പോഴും നമ്മളുടെ സമസ്തയുടെ ഉസ്താദുമാർ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാറുള്ളത് ഞങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് ദുആ നടത്തുന്നില്ല, ഞങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസയാണ് നടത്തുന്നത്, അള്ളാഹു അല്ലാത്തവരോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല, അള്ളാഹു അല്ലാത്തവരോട് ഞങ്ങൾ സഹായം ചോദിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ഉസ്താദുമാർ സമൂഹത്തെ പഠിപ്പിക്കാറുള്ളത്. എന്നാൽ നമ്മൾ തിരിച്ചറിയണം, ദുആഇന് ഖുർആൻ നൽകിയിട്ടുള്ള മറ്റൊരു പദമാണ് ഇസ്തിഗാസ. അഥവാ മനുഷ്യ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങൾ ആ ചോദിക്കുന്നത് അത് പ്രാർത്ഥനയാണ്, അത് റബ്ബിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ബദറിൻ്റെ രണാങ്കണത്തിൽ സന്നിഗ്ധ ഘട്ടത്തിൽ മലക്കുകളോടോ ജിന്നുകളോടോ അമ്പിയാക്കളോടോ ഔലിയാക്കളോടോ ആരോടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചില്ല. മനുഷ്യ കഴിവിൽപ്പെട്ടതെല്ലാം ഒരുക്കിയിട്ട് ആകാശത്തിലേക്ക് കൈ ഉയർത്തി പ്രവാചകൻ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. അപ്പോൾ അല്ലാഹു തുടരെ ഇറങ്ങുന്ന മലക്കുകളിലൂടെ സഹായിച്ചു. പ്രത്യേകം ശ്രദ്ധിക്കുക, മലക്കുകളല്ല സഹായിച്ചത്. ഖുർആന്റെ പ്രയോഗം അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ, തുടരെ ഇറങ്ങുന്ന മലക്കുകളിലൂടെ ഞാൻ നിങ്ങളെ സഹായിച്ചു. അന്നീ മുമിദ്ദുക്കും. അപ്പൊ റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ റബ്ബ് മലക്കിലൂടെയോ അതല്ലെങ്കിൽ റബ്ബ് ഏർപ്പെടുത്തിയിട്ടുള്ള മറ്റു സംവിധാനങ്ങളിലൂടെയോ സഹായിക്കും. മനുഷ്യ കഴിവിനപ്പുറത്തുള്ള ആ തേട്ടം, സഹായം ചോദിക്കൽ, അത് പ്രാർത്ഥനയാണ്, അത് റബ്ബിനോട് മാത്രമേ നടത്താൻ പാടുള്ളൂ. ഇസ്ലാമിൻ്റെ തൗഹീദിൻ്റെ അടിത്തറയാണ്. ഇനി എടുത്തു നോക്കും നിങ്ങൾ നേർച്ചകളിലെ മുസ്ലിം സമൂഹത്തിൽ എമ്പാടും നേർച്ചകൾ കാണാൻ സാധിക്കും. പല കേന്ദ്രങ്ങളിലും പല ജാറങ്ങളിലും നേർച്ചകൾ. എന്തിനാണ് നേർച്ച എന്ന് പറയാം? നേർച്ച എന്നത് ചെയ്യൽ നിർബന്ധമില്ലാത്തൊരു നന്മ പടച്ചവനെ നിന്റെ പ്രീതി ആഗ്രഹിച്ച് ചെയ്യാമെന്ന് പ്രതിജ്ഞ എടുക്കുന്നതിനാ നേർച്ച എന്ന് പറയാം. അപ്പം തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സുന്നത്ത് നോമ്പുണ്ട്. അപ്പോൾ ആ സുന്നത്ത് നോമ്പ്, ഈ മാസത്തിലെ എല്ലാ സുന്നത്ത് നോമ്പും ഞാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഉള്ള സുന്നത്ത് നോമ്പ് എടുക്കൽ നിർബന്ധമായി റബ്ബിൻ്റെ പ്രീതി ആഗ്രഹിച്ച്. ഇതിന് വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇല്ല. എന്നാൽ ഇന്നത്തെ നേർച്ചകളൊക്കെ ആന ഉണ്ടാകൂല്ലേ, ശിങ്കാരിമേള ഉണ്ടാകും, ചാട്ടിലിക്കൊട്ട ഉണ്ടാവും, മരണക്കിണറുണ്ടാവും, ചക്കരമുട്ടായി ഉണ്ടാവും, ചീട്ടുകളി ഉണ്ടാവും. ഇതൊക്കെയാണ് ഇന്ന് നേർച്ച എന്ന് പറഞ്ഞ് സമൂഹത്തിൽ നടക്കുന്നത്. എന്നാൽ ഒരിക്കലും ഇത് ഇസ്ലാമികമായിട്ടുള്ള നേർച്ചയല്ല. നേർച്ച പടച്ചവനിലേക്ക് മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ. സൂറത്തു ആലിംറാനിലെ 35-ാമത്തെ വചനം പരിശോധിച്ചു നോക്ക് നിങ്ങൾ. അവിടെ കാണാം ഇമ്രാന്റെ ഭാര്യ നേർച്ചയാക്കിയത്. ഇത് ഖാലത്ത് ഇമ്രാത്തു ഇമ്രാൻ റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററ ഫതഖബ്ബൽ മിന്നി ഇന്നക അൻതസ് സമീഉൽ അലീം. ഇമ്രാന്റെ ഭാര്യ പറഞ്ഞ സന്ദർഭം, റബ്ബി, എൻ്റെ റബ്ബേ, എൻ്റെ രക്ഷിതാവേ, അല്ലാഹുവേ, ഇന്നി നദർതു, ഞാനിതാ നേർച്ചയാക്കുന്നു, ലക, നിനക്ക്. ബദരീങ്ങൾക്കല്ല നേർച്ച, ഔലിയാക്കൾക്കല്ല നേർച്ച, പുത്തമ്പള്ളി ജാറത്തിലേക്കല്ല നേർച്ച, മമ്പുറത്തേക്കല്ല നേർച്ച, ഇങ്ങനെയുള്ള ഒരു സൃഷ്ടികളിലേക്കുമല്ല നേർച്ച. റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററ, എൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ റബ്ബേ നിനക്കിതാ ഞാൻ നേർച്ചയാക്കുന്നു, അതുകൊണ്ട് നീ എന്നിൽ നിന്ന് സ്വീകരിക്കണമേ. ഫതഖബ്ബൽ മിന്നി ഇന്നക അൻതസ് സമീഉൽ അലീം, നീ എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണല്ലോ, അറിയുന്നവനുമാണല്ലോ. ആലോചിച്ച് നോക്ക്, ഈ നേർച്ച ഇബാദത്താണ്, അത് അല്ലാത്തവരിലേക്ക് സമർപ്പിക്കാൻ പാടില്ല. ഇനി മറ്റൊരു നേർച്ചയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു. മറിയം ബീവിയോട് അല്ലാഹ് കൽപ്പിച്ചൊരു നേർച്ചയുണ്ട്. സൂറത്തു മറിയമിലെ 26-ാമത്തെ വചനം പരിശോധിച്ച് നോക്ക് നിങ്ങൾ. മറിയം അത്ഭുത ശിശുവായ ഈസാ അലൈഹിസ്സലാമയെയും കൊണ്ട് സമൂഹത്തിലേക്ക് വരുമ്പം സമൂഹം ചങ്കിൽ കൊള്ളുന്ന സംസാരങ്ങൾ നടത്താൻ തുടങ്ങി. മാഖാൻ അബൂക്കിംബ്രാ സൗയിൻ വമാഖാനത്ത് ഉമ്മുക്കി ബഴിയ, മറിയമേ നിന്റെ മാതാപിതാക്കൾ മോശക്കാരായിരുന്നില്ലല്ലോ, പിന്നെ എങ്ങനെ നീ മോശക്കാരായി? ആരാണ് കുട്ടിയുടെ പിതാവ്? നീ പറയണം. ഇതായിരുന്നു അവരുടെ ആവശ്യം. ആ ആവശ്യം അവർ നിരന്തരം ഉന്നയിച്ചപ്പോൾ മറിയം റളിയല്ലാഹു അൻഹയോട് എന്താ അല്ലാഹ് കൽപ്പിച്ചത്? ഇമ്മാ തറയിന്ന മിനൽ ബശരി അഹദ ഫഖൂലി ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ. മറിയമേ, മനുഷ്യരിൽ നിന്ന് ആരെയെങ്കിലും നീ കണ്ടാൽ നീ പറയണം,
ഞാൻ അള്ളാഹ്ക്ക് നേർച്ച നാക്കിയിട്ടുണ്ട് നോമ്പ്. ഇന്നി നദർത്തുലിർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന് ഞാൻ നേർച്ചയാക്കിയിട്ടുണ്ട് സൗമാ നോമ്പ്. അതുകൊണ്ട് ഫലന്നുക്കല്ലിമൽ യൗമ ഇൻസിയ, ഒരാളോടും ഞാൻ സംസാരിക്കൂല. കയ്യിലുള്ള കുട്ടി വലിയാണ്, ഇപ്പുറത്ത് സക്കരിയ അലൈഹിസ്സലാമേ ഉണ്ട് സംരക്ഷണം നൽകിയ. അവർക്കാർക്കെങ്കിലും നേർച്ചയാക്കിയേക്കുന്ന അള്ളാഹ് പറഞ്ഞോ? പറഞ്ഞില്ല. ആർക്ക് നേർച്ചയാക്കണം? നീ പറയണം ഇന്നി നദർത്തുലിർ റഹ്മാനി സൗമാ, പരമകാരുണ്യകനായ അള്ളാഹുവിന് നേർച്ചയാക്കിയിട്ടുണ്ട്. അപ്പൊ നേർച്ച ഇബാദത്താണ്. അത് അള്ളാഹു അല്ലാത്തവരിലേക്ക് സമർപ്പിച്ചാൽ അത് ശിർക്കാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്നാൽ നേരത്തെ പറഞ്ഞ ഈ ആനയും അമ്പാരിയും ചണ്ടമുട്ടും കുഴൽവിളിയും ഇത് ആരുടെ നേർച്ചയാണ്? ഇത് മക്കയിലെ മുശ്രിക്കുകൾ പരിശുദ്ധ കഅബയുടെ അടുക്കൽ വെച്ച് നടത്തിയ നേർച്ചയായിരുന്നു എന്ന് ഖുർആൻ സൂറത്തു അൻഫാലിലെ 35-ാമത്തെ വചനത്തിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മാകാന സ്വലാത്തുഹും ഇൻദൽ ബൈത്ത് ഇല്ലാ മുകാഅം വതസ്തിയ ഫദൂഖുൽ അദാബ് ബിമാ കുൻതും തക്ഫുറൂൻ. മക്കയിലെ മുശ്രിക്കുകളുടെ സ്വലാത്തായിരുന്നില്ല, ആരാധനയായിരുന്നില്ല. ഇല്ലാ മുകാഅം വതസ്തിയ, പരിശുദ്ധ കഅബയുടെ അടുക്കൽ വെച്ച് കൊട്ടും വിളിയും. ഇതാരുടെ നേർച്ചയാ? മക്കയിലെ മുശ്രിക്കുകൾ പരിശുദ്ധ കഅബയുടെ അടുക്കൽ വെച്ച് നടത്തിയിരുന്ന നേർച്ചയാണ്, ആരാധനയാണ്. ഇത് നിങ്ങൾ സത്യനിഷേധം സ്വീകരിച്ചത് കൊണ്ട് അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക എന്ന ആയത്തിൻ്റെ അവസാനം. അപ്പം നേർച്ച ഇബാദത്താണ്, അത് അള്ളാഹു അല്ലാത്ത ഒരു ശക്തിയിലേക്കും സമർപ്പിക്കാൻ പാടില്ല. ഇങ്ങനെ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ കലിമത്തു തൗഹീദ്, ആ തൗഹീദ് കൃത്യമായി ഉൾക്കൊണ്ട് ജീവിതത്തിൽ തൗഹീദ് അനുസരിച്ച് ജീവിച്ചിട്ടില്ലെങ്കിൽ വലിയ അപകടം വരും. ഇങ്ങനെ പല അന്ധവിശ്വാസങ്ങളും, മാരണമടക്കമുള്ള അന്ധവിശ്വാസങ്ങൾ നമ്മളെ നരകത്തിലേക്ക് ക്ഷണിക്കും. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നമ്മളുടെ സഹോദരന്മാർ, പ്രിയപ്പെട്ട KNM CD ടവറിൻ്റെ പ്രവർത്തകർ, അവർക്കിടയിൽ ഇപ്പോൾ വലിയൊരു തർക്കം നടക്കുകയാണ്. അവരുടെ ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറി വേങ്ങരയിൽ വെച്ച് പ്രസംഗിച്ചു. ബഹുമാന്യനായ സലീം സുലമി എന്താ പ്രസംഗിച്ചത്? ജിന്ന് രോഗം ഉണ്ടാക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ് എന്ന്. വളരെ കൃത്യമാണ്. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അതാണ്. മാത്രവുമല്ല, അവർ തന്നെ ഇറക്കിയ ബഹുമാന്യനായ MM മദനി, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാട്ടെ, MM മദനിയുടെ നേതൃത്വത്തിലുള്ള കേരള ജമിയത്തുൽ ഉലമ ഇറക്കിയിട്ടുള്ള പുസ്തകമുണ്ട്, ജിന്ന് പിശാച്ച് റുഖിയ ശറഹിയ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ. ആ പുസ്തകത്തിലെ 45-ാമത്തെ പേജിൽ അവസാനത്തെ പാരഗ്രാഫിൽ ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാന്റെ അഖീദത്തു തൗഹീദ് എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നുള്ള ഇബാറത്ത് കൊടുത്തിട്ട് പച്ച മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്, ജിന്ന് രോഗം ഉണ്ടാക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കാണ് എന്ന്. പക്ഷേ ഇത് സ്വന്തം പുസ്തകത്തിൽ അച്ചടിച്ച് വന്നിട്ട് പോലും അപ്പുറത്തുള്ള ചില സഹോദരന്മാരെന്നെങ്കിലും അന്ധവിശ്വാസത്തിലേക്ക് പോവുകയാണ്. ജിന്ന് രോഗം ഉണ്ടാക്കും, ശരീരത്തിൽ കയറിക്കൂടും, എന്നിട്ട് വേണമെങ്കിൽ അടിച്ചിറക്കാമെന്ന്. ഈ രീതിയിൽ കടുത്ത അന്ധവിശ്വാസങ്ങൾ, ശിർക്കൻ വിശ്വാസങ്ങൾ പലപ്പോഴും മുജാഹിദുകൾ എന്ന് അവകാശപ്പെടുന്നവരിൽ പോലും ഉള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് നമ്മളുടെ കാലം തേടുന്ന ഇസ്ലാഹ്. ഈ ഇസ്ലാഹ് നമ്മൾ നടത്തിയിട്ടില്ലെങ്കിൽ, ഷിർക്കിൽ സമൂഹം മുഖം കുത്തിയാൽ, ഷിർക്കിലേക്ക് നമ്മളുടെ വിശ്വാസം തെന്നി മാറിയാൽ ഖുർആൻ താക്കീത് നൽകുന്നു. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക, പ്രവാചകരെ താങ്കൾക്കും താങ്കളുടെ മുമ്പ് കഴിഞ്ഞു പോയ സമൂഹങ്ങളിലെ പ്രവാചകന്മാർക്കും ഞാൻ താക്കീത് നൽകിയിട്ടുണ്ട്. എന്താ താക്കീത് നൽകിയത്? ലൈൻ നശ്റക്ത, ജീവിതത്തിൽ ഷിർക്ക് വന്നാൽ ലയഹ്ബതന്ന അമലുക, അമലുകളൊക്കെ തകർന്നു തരിപ്പണമാകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നീ നഷ്ടകാരികളിൽ പെട്ടുപോകും. ഷിർക്ക് ജീവിതത്തിൽ വന്നാൽ നമ്മളുടെ നമസ്കാരമോ, അപ്പോൾ സൂചിപ്പിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും പറഞ്ഞത്, നിന്റെ ജീവിതത്തിൽ ഷിർക്ക് വന്നാൽ അമലുകൾ മുഴുവൻ പൊളിഞ്ഞു പോകും, നീ നഷ്ടകാരികളിൽ പെട്ടുപോകും. അപ്പം ഷിർക്ക് ജീവിതത്തിൽ വന്നാൽ, അഥവാ അള്ളാഹുവിൻ്റെ ദാത്തിലോ സിഫാത്തിലോ അഫ്ആലിലോ അവന് പങ്കുകാരുണ്ടെന്ന് വിശ്വസിക്കുകയോ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ, അള്ളാഹു അല്ലാത്തവരിലേക്ക് പ്രാർത്ഥനകളോ നേർച്ചകളോ വഴിപാടുകളോ അർച്ചനകളോ അർത്ഥനകളോ സമർപ്പിച്ചാൽ നിന്റെ അമൽ പൊളിഞ്ഞു പോകും, തകർന്നു പോകും, നീ നഷ്ടകാരികളിൽ പെട്ടുപോകും. എന്താണ് ആ നഷ്ടം? സൂറത്തു മായിദയിലെ 72-ാമത്തെ വചനത്തിൽ പറഞ്ഞു, ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗം അള്ളാഹു അയാൾക്ക് നിഷിദ്ധമാക്കും. ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗം അയാൾക്ക് അള്ളാഹ് നിഷിദ്ധമാക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ കലിമത്തു തൗഹീദ് അത് കൃത്യമായി
പരിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചക ചര്യയുടെയും അടിസ്ഥാനത്തിൽ ഉൾക്കൊണ്ട് അള്ളാഹുവിനെ അറിഞ്ഞു ആരാധിച്ച് നാളെ ആ റബ്ബ് നമുക്കൊരുക്കി വെച്ച സ്വർഗം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. ആ തരത്തിൽ ജീവിക്കുവാനും ആ രീതിയിൽ തന്നെ മരണപ്പെട്ടു പോകുവാനുമുള്ള എല്ലാവിധ തൗഫീഖും നൽകി നീ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ നാഥ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം.